വളരെ രസകരമായ ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് കേട്ടോ. ഒരു ദിവസം ഞാനൊരു ഓട്ടോറിക്ഷയിൽ കയറി. ആ ചേട്ടൻ കയറിയപ്പോൾ തന്നെ പറഞ്ഞു, വളരെ അടുത്ത സ്ഥലമാണല്ലോ, കുറച്ച് ഫീസല്ലേ ഉള്ളൂ കിട്ടുകയുള്ളൂ, പറഞ്ഞു പോയല്ലോ കയറിപ്പോയല്ലോ എന്ന് വിചാരിച്ച് നിങ്ങളെയും കൊണ്ട് പോവുകയാണ് കേട്ടോ എന്ന്. വിഷമം തോന്നിയെങ്കിലും ഒന്നും മിണ്ടിയില്ല, അങ്ങനെ തന്നെ ഇരുന്നു. ആ ചേട്ടൻ ആ ദേഷ്യം മുഴുവൻ കാണിക്കുന്ന രീതിയിൽ വണ്ടി തിരിച്ചും മറിച്ചും എല്ലാം വളരെ റഫായിട്ട് ഓടിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് ക്ഷമ കൈവിടാതെ ഇങ്ങനെ നോക്കിയിരിക്കുക. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത ജംഗ്ഷൻ വന്നപ്പോൾ ഈ ചേട്ടൻ പറയാണ്, ഇവിടം വരെ ഉള്ളൂ വണ്ടിയുള്ളൂ, ഇനി വണ്ടി പോവില്ല. എനിക്കേറെ സങ്കടവും ഒപ്പം ദേഷ്യമൊക്കെ തോന്നി. ഇതെന്താണ് ഈ മനുഷ്യൻ ഇങ്ങനെ ചെയ്യുന്നത്? എത്ര സമയമാണ് നമ്മൾ ഇരിക്കുന്നത്? ഇറങ്ങുമ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞു, ചേട്ടാ അല്പം കൂടെ മര്യാദയ്ക്കൊക്കെ സംസാരിക്കാം കേട്ടോ, അത് നല്ലതായിരിക്കും. ഉടനെ അങ്ങേര് പിന്നെയും ദേഷ്യപ്പെടാനായിട്ട് തുടങ്ങി. പക്ഷേ ഈ അനുഭവം കൊണ്ട് എനിക്കുണ്ടായൊരു ഗുണമുണ്ട് കേട്ടോ. ഞാൻ അടുത്ത ദിവസം തുടങ്ങി പതിയെ ശ്രമിച്ച് വണ്ടി ഓടിക്കാനങ്ങ് തുടങ്ങി. കൈക്കൊരു വല്ലായ്മയായിരുന്നതിനാൽ ഡ്രൈവിങ് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിരുന്ന ഞാൻ അല്പസ്വല്പം വേദനയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കടിച്ചു പിടിച്ച് വണ്ടി ഓടിക്കാനായിട്ട് തുടങ്ങി. ചെറിയ ദൂരത്തിലേക്ക് വണ്ടി ഓടിച്ചു. ഇപ്പോൾ ഒരുവിധം ജോലി ചെയ്യുന്ന സ്ഥലം വരെ ഓടിക്കാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, ചില വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നമ്മൾക്ക് ഏറെ പ്രയോജനകരമായി തീരും. നമ്മൾക്ക് ഒരു കാര്യത്തിലേക്ക് കടക്കാനും അത് പൂർത്തിയാക്കിയെടുക്കാനും ഉള്ള പ്രേരക ശക്തിയായി ഇത്തരം അനുഭവങ്ങൾ മാറട്ടെ. മറിച്ച് ആ മുറിപ്പെടുത്തലിൻ്റെ വേദനയിൽ മുഴുകി വിഷമിച്ചിരിക്കാതെ അത് നമുക്കൊരു ഗുണമായി തീരുമെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ എല്ലാവർക്കും ആകട്ടെ. അപ്പം അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? ശരി, താങ്ക് യു.